ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് പെട്ടി കണക്കില് അതെ ഇന്നലെ കൂടെ ബാഗിൽ കൊണ്ട് ഇട്ടോളൂ. സത്യമാണ്, എന്നെ പേടിച്ചപ്പോ അവൻ 2 അണ്ടർവെയർ ഇട്ടിട്ടാണ് അതിന്റെ മേലെ നിക്കർ ഇട്ടത്. അത് ഇവിടെ ചെക്ക് ഈ കമന്റുകളെ പേടിച്ച് ഞാൻ പറയും പൊന്നണിയായിട്ട് ഒരു 5-6 ഷഡ്ഡി അങ്ങ് ഇട്ടോളാൻ പറയും. ജന്മനാ കിട്ടിയ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. വെരി ബ്ലെസ്ഡ്. ശരി, ഒരു അണ്ടർവെയർ നിക്കറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഗോമസ് എന്താ കാണുന്നത്? ക്ലോത്തിങ് ലെവലിൽ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇവിടെ. പക്ഷെ നമ്മള് സ്മൂച്ച് ഒക്കെ ചെയ്താണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ ക്യാമറമാനിൽ നിന്ന് സ്വെറ്റിംഗ് ആണ് പുള്ളി. ഓ മൈ ഗോഡ്, പുള്ളി അല്ല അവസാനം ക്യാമറമാൻ ഷർട്ടൊക്കെ ടക്ക് ഔട്ട് ചെയ്തു. അന്നേരം ആൾക്കാരെ എനിക്ക് നാട്ടിലത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ തുറപ്പിച്ച് നോക്കും. അത് ആ നോട്ടത്തിൽ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും എന്നുള്ളത്. ആ നാട്ടിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുമാതിരി കടിച്ചു പിടിച്ച് തിന്നാൻ പോകുന്ന മാതിരി ആ ഒരു ലസ്റ്റ് മാത്രമല്ല. പിന്നെ ഞാൻ ജീവിക്കുന്ന വേറൊരു രാജ്യത്താണ്. അവിടെ എല്ലാവരും ആരും സാരി ഉടുത്തല്ല ബീച്ചിൽ വെള്ളത്തിൽ പോയി ചാടുന്നത്. ഇതിന് മുന്നത്തുള്ള ഇപ്പം സോഷ്യൽ മീഡിയക്ക് അറിയാത്ത ലൈഫ് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെറു ഹാർഡ്ഷിപ്സ് ഒക്കെ ഉള്ളൊരു ലൈഫാണ്. അപ്പം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിയന്ത്രിക്കേണ്ടത് പേരൻസ് ആണ്. ഇഫ് യു ഡോണ്ട് തിങ്ക് യുവർ ചൈൽഡ് ഷുഡ് സീ ദിസ് ചാനൽ, either you unfollow us or you don't give them the phone. Okay, your favorite year? Year. Y-E-A-R, year. എഴുത്. So far in our lives. So far in your life. Oh. Okay. 2011. മാരീഡ്. കല്യാണം കഴിച്ചു. ഓക്കെ. എന്തായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ മൈൻഡിലുണ്ടായിരുന്നത്? ഐ മീൻ നമ്മൾ ആഗ്രഹിച്ച ഒരാളെ കിട്ടിയെന്നോ? കാരണം അറേഞ്ച് മാരേജാണ്. നമുക്കത് മുന്നോട്ട് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? നിങ്ങൾ രണ്ടുപേരും 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. എന്തൊക്കെയായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നത് 2011? സോ ഞാനൊരു പ്ലാനറാണ്. അപ്പം നമുക്ക് പ്ലാനറുമാണ്. എൻ്റെ ലൈഫ് ഇതിന് മുന്നത്തുള്ള ഇപ്പം സോഷ്യൽ മീഡിയക്ക് അറിയാത്ത ലൈഫ് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെറു ഹാർഡ്ഷിപ്സ് ഒക്കെ ഉള്ളൊരു ലൈഫാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഞാനൊരു റിയലിസ്റ്റ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇത് ആയിത്തീരും എന്നുള്ളൊരു ധാരണയൊന്നും ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം. ഇവിടും നല്ലപോലെ ജോലി ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം US-ലായിരിക്കും നമ്മുടെ ലോങ് ടേം സെറ്റിൽമെൻറ്റ്. അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ഇല്ല. അപ്പം എൻ്റെ ഒരു ധാരണ നമ്മൾ US വന്ന് MD ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകുന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് രണ്ടുപേരുടെയും കുടുംബത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കുന്ന സമയത്ത്. എന്തായിരുന്നു ഐഡിയ? എനിക്ക് ഒരു സെറ്റായ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും അത്ര യങ് അല്ലായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. 28 രണ്ടുപേരും. അപ്പോൾ ഐ ഹാഡ് എ ലോങ് ലിസ്റ്റ് ഓഫ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ഉടനെ തന്നെ ഇറ്റ് ജസ്റ്റ് ക്ലിക്ക്ഡ്. അങ്ങനെ പിന്നെ വി ഗോട്ട് മാരീഡ് ആൻഡ് ഐ വുഡ് സേ എ ലോട്ട് ഓഫ് ഇറ്റ് ഹാസ് ബീൻ ലക്ക് ടു ഫൈൻഡ് ആ ഒരു വൈബിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളെ കിട്ടുക എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ നാട്ടിൽ ഒത്തിരി നിൽക്കാത്തതുകൊണ്ട് എനിക്ക് പക്ക നാടനായിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ ചോദിച്ചു പോകത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി കല്യാണം ആലോചിച്ചപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു കൺസേൺ ആയിരുന്നു. അത് അങ്ങനെ ഒരു വൈബായിരിക്കുമോ, അത് പക്ക നാടനായിരിക്കുമോ, അപ്പോൾ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് ചോദിച്ചു പോകത്തില്ല, അങ്ങനെ ഒരു ഇത്. പക്ഷേ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അവളെൻ്റെ ഫേസ്ബുക്കിൽ കയറി സ്റ്റോക്ക് ചെയ്തു. കല്യാണം ആലോചിച്ചപ്പോൾ ഇനി പെൻറ്റക്കോസ്റ്റലാണ്. ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ നോ ദാറ്റ് ഓർ നോട്ട്. അപ്പോൾ ഈ പെൻറ്റക്കോസ്റ്റൽ ഞങ്ങൾ വേറെ സഭയാണ്, ഞങ്ങൾ ജേക്കബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ പെൻറ്റക്കോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യോ പക്ക മറ്റേ സംഭവങ്ങളായിരിക്കുമോ, ഓർത്തഡോക്സ് ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ടെനിയുടെ പ്രൊഫൈലിൽ ആക്ച്വലി അധികം ഒന്നും ടെനിയെ പറ്റി എഴുതിയിട്ടില്ല. മിണ്ടി അത് ഞാൻ ഇവൻ്റെ പേര് ഞാൻ ഫേസ്ബുക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പുള്ളിനെ കിട്ടി. അതിന് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സിന് 2പേരുടെയും പ്രൊഫൈൽ എടുത്തു നോക്കി. അവർ നോക്കിയപ്പോൾ മറ്റേ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് കാണിച്ചുള്ള സാരീസാ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇത് സെറ്റാ. ഇത് അപ്പനോട് ഞാൻ പറഞ്ഞു ഇത് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. ശരിക്കും അപ്പം ജിയയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണമെന്ന് ഒരാളുണ്ടായിരുന്നു. അതിനെ ടെനി പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഇവള് ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐ വോണ്ട് ഫീൽ അട്രാക്റ്റഡ് ടു ഹർ. അപ്പോൾ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇവളെ എന്തെടുക്കുമ്പോഴും ക്ലോത്ത്സ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും, ട്രൈ ഇറ്റ് ഔട്ട്. അപ്പം
ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇട്ടാൽ ആൾക്കാർ എന്താ പറയുന്നുള്ള തോട്ട് ഇവർക്ക് പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പം മച്ച് ലെസ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇഫ് നിനക്ക് ഇത് ഇടുമ്പോൾ നിന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ജസ്റ്റ് തുടക്കം തന്നെ നമ്മൾ ലെസ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സെക്സിനെ പറ്റിയിട്ടോ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വെച്ചാൽ അത്രയൊന്നും പ്രോഗ്രസീവ് ആയിട്ടില്ല, പ്രത്യേകിച്ച് മലയാള സമൂഹം. അന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നല്ലോ അന്നോട്ടെ. ആ ഐഡിയ എങ്ങനെ വന്നത്? അതായത് ഇപ്പം ഒരു പെൺകുട്ടി അതെങ്ങനെ എടുക്കും അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനത്തെ തോട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പണായിട്ട് അതിപ്പം നമ്മളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഇവക്കത് ഞാൻ ഉദ്ദേശിച്ച സെൻസിൽ എടുത്തില്ല എങ്കിൽ then I have to be able to navigate it. അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടാവണം. അതുകൊണ്ടുള്ള വിശ്വാസമുള്ളത് നമ്മളത് ഭയങ്കര രസമായിട്ടാണോ ഇദ്ദേഹം ലെസ്റ്റിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? അല്ലേ ആരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ലസ്റ്റ് എന്നല്ലേ ഉദ്ദേശിച്ചത്? അത് പ്രസന്റ് ചെയ്യാനൊരു എസ്തെറ്റിക്സ് വേണം. ആക്ച്വലി ഇത് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തൊന്നും അല്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റീസ് ആയിട്ട് അങ്ങ് ചിലപ്പോൾ ഞാൻ ഓബ്വിയസ്ലി എൻ്റെ ബ്രിങ്ങിങ് അപ്പ് വാസ് എ ലിറ്റിൽ മോർ ഓർത്തഡോക്സ്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയി സംസാരിക്കും, അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസ് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ വളരുന്നത്. പക്ഷെ ടെനിയുടെ കൂടെ കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു എന്നിലുള്ള ചിലപ്പോൾ ആ പേഴ്സണാലിറ്റി വെളിയിൽ വന്നതായിരിക്കും. യുനോ അത് അപ്പൊ പിന്നെ ഓപ്പൺലി യുനോ ദ വേ വി ആർ ഓപ്പൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ദ വേ വി ലൈക്ക് ടു ഡു തിങ്സ് വിത്ത് ഈച്ച് അതർ അത് അങ്ങനെ അങ്ങ് വെളിയിട്ട് വന്നു. പ്ലാൻഡ് ഒരു പരിപാടി ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ ഇവോൾവ് ചെയ്യുമല്ലോ. ഇപ്പം എൻ്റെ പാർട്ട്ണർ എൻ്റെ കാര്യങ്ങൾ ഇഷ്ടമാണ് എന്ന് ഞാനും അവളും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ അത് ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ അതിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ ഒരു ചോദ്യം, ഡെഫിനിഷൻ ഓഫ് എ ലൈഫ് പാർട്ട്ണർ. Definition of a life partner. ഒരു വൺ സെന്റൻസിൽ എഴുതിക്കോ. Someone who lets you be who you are. ആണോ? യെസ്. ഓക്കെ, സെറ്റ്. നൈസ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. ക്രൂ പറയൂ, എത്ര മാർക്ക് കൊടുക്കുക? 6 പോയി. 6 പോയി. ചോറില്ലടാ. എന്നാലും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇത്രയും, അതായത് യൂട്യൂബിൽ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലോ, അത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോറും കറിയും അമേരിക്കൻ ജീവിതവും മലയാളി ജീവിതവും തമ്മിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസം? എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഒരുപാട് രണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, പരസ്പരമുള്ള റെസ്പെക്റ്റ്. ഇപ്പം ഞാൻ വിഷ്ണുവിനെ കണ്ട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ പൈസ ഉണ്ടോ, വിഷ്ണു എഡ്യൂക്കേറ്റഡ് ആണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ എന്നെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്ട് തന്നാണ് സംസാരിക്കുന്നത്. അത് അവിടെ പൊതുവേ ഉണ്ട്. ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ അയാളുടെ സമൂഹത്തിലെ സ്ഥാനം അല്ലെങ്കിൽ അയാളുടെ പൈസ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇവിടെ നമ്മൾ റെസ്പെക്ട് പൊതുവേ കൊടുക്കാറ്. അവിടെ അങ്ങനെയില്ല. അവിടെ യു ആർ ഓൾ കൈൻഡ് ഓഫ് ദ സെയിം ഡീൽ ഫോർ ദ മോസ്റ്റ് പാർട്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിനക്ക് നിൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം. നീ തുണി ഉടുത്ത് നടക്കുവോ ഉടുക്കാതെ നടക്കുവോ, ഇഫ് യു ആർ ഇൻ യുവർ സ്പേസ്, ഇഫ് യു ആർ നോട്ട് ഒഫെൻഡിങ് മീ, ഐ ഡോണ്ട് കെയർ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നിക്കറിട്ട് കഴിഞ്ഞാൽ ഓഫ് എന്നെ അതിട്ടു ഇതിട്ടു. സോ അങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയാനൊരു ടെൻഡൻസി ഇവിടെ ഉണ്ട്. അത് രണ്ടുമാണ് കേരളം വ്യത്യാസം. ഒബ്വിയസ്ലി ഫ്രീഡം അവിടെ നമുക്ക് ഒബ്വിയസ്ലി ഉണ്ട്. യുനോ ആസ് എ വുമൻ എനിക്കിപ്പോൾ രാത്രി ഞാനിപ്പോൾ ടെനി ഒരു 1-2 മാസം മുന്നേ ഹി വാസ് ഔട്ട് ഓഫ് ടൗൺ. സോ എനിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ട് രാത്രി ഒരു മൂവിക്ക് പോകണമെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ഡു ദാറ്റ്. യുനോ ആ ഒരു സേഫ്റ്റി ഉണ്ട്. അന്നേരം ഞാൻ പോയിട്ട് അല്ലെങ്കിൽ ഹി ഡസൻ ഹാവ് ടു വറി ദാറ്റ് ഓക്കെ അവൾ തിരിച്ചെത്തിയോ, അവൾ ആരെ മൂവിയിൽ പോയോ, സേഫ് ആണോ, ഇതൊന്നും. ആ ഒരു ഫ്രീഡം ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഉടുപ്പിടാം, എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് വെയർ ചെയ്യാം. അന്നേരം ആൾക്കാരെ എനിക്ക് നാട്ടിലത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ തുറപ്പിച്ച് നോക്കും. ദേ സ്റ്റെയർ യു ഡൗൺ. അത് ആ നോട്ടത്തിൽ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും എന്നുള്ളത്. അതവിടെ ഇല്ല. പീപ്പിൾ ഡോണ്ട് കെയർ. എവ്രിബഡി അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് എല്ലാവരും അവരവരുടെ ലൈഫ് ജീവിച്ചു പോകുന്നു. അത് ഐ ആബ്സല്യൂട്ട്ലി അഡ്മയർ അബൌട്ട് ദാറ്റ് കൺട്രി. ഇപ്പം വളരെയധികം തമാശ പറയുന്ന, കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവർക്ക് ഭയങ്കരമായിട്ടൊരു ഫീമെയിൽ ഫോളോയിങ് ഉണ്ടാവും. ഞാൻ പറയുന്നത് സെലിബ്രിറ്റി ആവണ്ട, അവരൊരു സാധാരണ മനുഷ്യനായാൽ മതി. പിന്നെ ടെനിയെ പോലെ വിദ്യാഭ്യാസ സമ്പന്നൻ കൂടി ആകുമ്പോൾ അത് കൂടുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പൊസസീവ്നെസ് സാധനം തോന്നിയിട്ടുണ്ടോ? പൊസസീവ്നെസ് ഉണ്ട്. ഞാൻ പൊസസീവ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എനിക്ക് വരുന്ന പോലെ തന്നെ മെസ്സേജസ് എനിക്കും വരുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് സന്തോഷമാണ്. as long as you know where to draw the line, I think it's fine. ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾ കൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
ഫോറിനേഴ്സ് വന്ന് പറയാറുള്ളത് നമ്മുടെ ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചാണ്. ആ. നമ്മൾ ഒരുമിച്ച് പാർട്ടീസിനൊക്കെ ഡ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് രണ്ട് ആൾക്കാർ ഇത് പറയാറുണ്ട്. പക്ഷെ അവർ നമ്മുടെ കണ്ടന്റ് കാണാറില്ല. നല്ല മലയാളം ആയതുകൊണ്ട് they don't know that we are a thing in Instagram or anything. പിന്നെ നമ്മുടെ ജോലിയിലും ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാറോ ശ്രമിക്കാറൊന്നുമില്ല. കാരണം പേഷ്യൻസ് വന്ന് ഞാൻ നിങ്ങളുടെ നിക്കർ കണ്ടു, ഷട്ടി കണ്ടു എന്ന് പറഞ്ഞാൽ അലമ്പ് സെറ്റപ്പ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് എൻ്റെ പേഷ്യൻസിനോ ജോലിക്കാർക്കൊക്കെ അധികം അറിയത്തില്ല. RDXലെ സീൻ മോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടത്തിന് ഒരുപാട് ആളുകൾ അടിയിലൊന്നും ഇട്ടിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം ഷർട്ടിനും നിക്കറിനും ഒരേ കളറായ കാരണം ആളുകളെ നമുക്ക് മൊത്തമായും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മറുപടി ആയിട്ട് അതിനകത്ത് ഞാൻ 2 അണ്ടർവെയർ വരെ ഇട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിനോട് എത്രമാത്രം സത്യമാണ്. എന്നെ പേടിച്ചപ്പോൾ അവൻ 2 അണ്ടർവെയർ ഇട്ടിട്ടാണ് അതിന്റെ മേലെ നിക്കർ ഇട്ടത്. അത് ഇവിടെ ചെക്ക് ചെയ്യും. ഞാൻ തമാശക്ക് പറഞ്ഞല്ല, ഇത് ഞാൻ നിക്കറിട്ടിട്ട്. കാരണം ഈ കമന്റുകളെ പേടിച്ച് ഞാൻ പറയും പൊന്നളിയായിട്ട് ഒരു 5-6 ഷഡ്ഡി അങ്ങ് ഇട്ടോളാൻ പറയും. പക്ഷെ എന്താ ഇപ്പൊ പറയാ, ഇത് ഇവിടെ ജന്മനാ കിട്ടിയ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. വെരി ബ്ലെസ്ഡ്. ശരി, ഒരു അണ്ടർവെയർ നിക്കറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഗോമസ് എന്താ കാണുന്നത്? ക്ലോത്തിങ് ലെവലിൽ ക്ലോത്തിങ് ലെവലിൽ അണ്ടർവെയർ നിക്കറും തമ്മിലുള്ള ക്ലോത്തിങ് ലെവലിൽ ആലോചിക്കണം. അതിന്റെ പേർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അണ്ടർവെയർ തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോർട്സിന് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നൈസ് നൈസ്. എനിക്കത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പൊ ആ കാര്യങ്ങൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് പങ്ക്തിയിൽ നമ്മളതെങ്ങനെ അതൊക്കെ അത്രേ ഉള്ളൂ. ഗോമസ്, മല്ലു ഗോമസ്, നൈസ്. കാവാലം ചിട്ടികൾ എന്നൊക്കെ പറയുന്നത് കുട്ടി നിക്കറാണ് ബ്രാൻഡ് നെയിം. ഓക്കെ, നൈസ് 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 നൈസ്. നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്തിട്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം നാട്ടിലും ജോലി ചെയ്തില്ല, നാട്ടിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവിടെ ഇപ്പം മെൻ വിമൺ അപ്രോച്ച് ചെയ്യുന്ന വിധവും അവിടുത്തെ ആ ഒരു അപ്രോച്ച് തമ്മിൽ ഉള്ള വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു റെസ്പെക്റ്റ് ആണ് മെയിൻ കാര്യം, വ്യത്യാസം. അവിടെ ഐ തിങ്ക് ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ചുമ്മാ നടന്നു കയറി ചെന്ന ഒരു പെണ്ണെ കമൻ്റ് അടിക്കുക, വിസിലടിക്കുക, തോണ്ടുക, പിടിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും അവിടെ ഇല്ല. ഉണ്ടാവും, ഐ മീൻ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർ എല്ലായിടത്തും, ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ അത്രയും പ്രെവലൻ്റ് അല്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീയെ നമ്മൾ വളരെ റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ഇപ്പോൾ ഒരു പെണ്ണ് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കാർ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ഡോർ നമ്മൾ തുറന്നു കൊടുക്കുക. ഞാനെപ്പോഴും ചെയ്യാറൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ ഒരു എലിവേറ്റഡ് ലെവലിൽ പെണ്ണുങ്ങളെ വെക്കുന്ന ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ജനറലി നമ്മൾ ഡേറ്റിംഗ് ആണെങ്കിൽ പോലും യു അപ്രോച്ച് ദ വുമൺ വെരി കൈൻഡ്ലി. നമ്മളെ ഇവിടുത്തെ പോലെ അല്ല. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം നമ്മൾ അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. യുനോ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡേറ്റിന് പോവുകയാണെങ്കിൽ ഓബ്വിയസ്ലി അതിനകത്ത് ആ ഒരു സെക്ഷൽ ചൊവ ഉണ്ടാവും, യുനോ. പക്ഷെ അതും ഇറ്റ് ഇസ് വെരി റെസ്പെക്ട്ഫുള്ളി ഡൺ. ആ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമാതിരി കടിച്ചു പിടിച്ച് തിന്നാൻ പോകുന്ന മാതിരി ആ ഒരു ലസ്റ്റ് മാത്രമല്ല, ദർ ഇസ് സോ മച്ച് മോർ ടു ഇറ്റ്, അല്ലേ? ആ ലസ്റ്റ് മാത്രമല്ല നമ്മളൊരു പെണ്ണിനെ കാണുമ്പോൾ യെസ്, or it has to be about the love or the respect you feel for that person. അത് ഇറ്റ് ഇസ് വെരി, അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മളിപ്പോൾ ചുമ്മാ ഒരാളെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ വീണ്ടും ലസ്റ്റ് മാത്രമായിട്ടല്ല നോക്കുന്നത്, ആ സ്ത്രീയെ നോക്കുന്നത്. യുനോ, ചിലപ്പോൾ ആ പെണ്ണിട്ടിരിക്കുന്ന ഉടുപ്പ് നല്ലതായിരിക്കും. സോ ദെൻ ഹി ഈസ് ഫ്രീ ടു ടെൽ മീ, ആ പെണ്ണിട്ടിരിക്കുന്ന ഉടുപ്പ് കണ്ടോ, അത് ഏതാണെന്ന് അറിയുകയാണെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബേസിക് ഡിഫറൻസ്. ഓക്കെ. ഈ അമേരിക്ക പഠിച്ചതുകൊണ്ട് ലവ് പറയാൻ വേണ്ടിയിട്ട് ഐ ലവ് യു എന്നല്ലാതെ വേറെ കാര്യങ്ങൾ, വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി വർക്ക് ആയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ പൂക്കള് എനിക്ക് റോസസ് ഭയങ്കര ഇഷ്ടമാണ്. വാലന്റൈൻസ് എവിടെ, എന്റെ റോസസ് എവിടെ, അതിനെ ചൊല്ലി നമ്മൾ കുറെ അടികൂടിയുണ്ട്. പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ മനസ്സിലായി ഇതെങ്ങും പോകുന്നില്ല. അതോടെ നമ്മളത് വിട്ടു. ഗൈസ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗിഫ്റ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അല്ല, ഗിഫ്റ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഇഷ്ടംപോലെ കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനത്തെ ആർക്കും ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇത് ആർക്കാണ് നീ കൊടുത്തത്? ഫ്ലവേഴ്സ് ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ നോട്ട് ആസ് മച്ച് ആസ് ഷീ വാണ്ട്സ്. ഓക്കെ. ഇപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ഇപ്പം എനിക്കവിടെ വിശ്വാസം തോന്നണമല്ലോ. ഇതിപ്പം ജെനുവൻ ആണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ എൻഗേജ്മെന്റ് സമയത്ത് നമ്മൾ പറഞ്ഞത് എനിക്കൊരു ഡയമണ്ട് റിംഗ് വേണം, അത് അവിടുത്തെ ഒരു വലിയൊരു കൾച്ചറാണ്. നമ്മൾ ഡയമണ്ട് റിംഗ് എൻ്റെ കൾച്ചറിന്റെ ഭാഗമല്ല. എനിക്ക് നിനക്ക് ഡയമണ്ട് റിംഗ് മേടിച്ചു തരാൻ പൈസ ഉള്ള സമയത്ത് ഞാൻ മേടിക്കാം, ഇപ്പം എൻ്റെ പൈസ ഇല്ല. സോ we'll wait for money and then we'll buy it. അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ അവസ്ഥ എന്താണോ അത് കറക്റ്റായിട്ട് പറഞ്ഞത് അറിഞ്ഞിരിക്കണം എന്നുള്ളതും
കാരണം ഇപ്പം നമ്മൾ പോപ്പ് കൾച്ചർ അവിടുത്തെ കൾച്ചറെല്ലാം കാണുമ്പോൾ ഇവിടെ പറയുമോ എനിക്ക് ഇങ്ങനെ റിങ് വേണം, ബടി വേണം, കുട വേണം. നമ്മുടെ അതൊന്നും നമ്മുടെ ഇല്ല. നമ്മുടെ ഇതാണ് ഉള്ളത്. കുട വാങ്ങിച്ചു കൊടുത്തിരുന്നു? കുട തനിയെ മേടിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പം ഇത്രയും കാലത്തെ ജേർണിയുടെ അകത്ത് ഇപ്പം ഒരുപാട് ആളുകൾ പുറത്ത് ലവ് ചെയ്യുന്നുണ്ട്, ഇവൻ വീഡിയോ കാണുന്ന ആളുകൾ മാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്നൊന്നും പറയാൻ പറ്റണ്ട, ഒരു ലൈഫ് ഹാക്ക് പോലെ പറയാൻ എന്തെങ്കിലും ഉണ്ടാവും? ബി റിയലിസ്റ്റിക് വിത്ത് യുവർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം നമ്മൾ ഇപ്പം ഡേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല മാരേജ് കഴിയുമ്പോൾ ആപ്ലിക്കബിൾ ആവുന്നത്, അല്ലേ? നമ്മൾ ചുമ്മാ സോളി നടക്കും, നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ സ്വഭാവം മാറ്റും, അതൊക്കെ നമ്മളെല്ലാം കല്യാണം കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മാറും. ആൻഡ് ദെൻ യു റിയലി ആർ ടോക്കിംഗ് അബൌട്ട് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടത്, എന്താണ് എൻ്റെ ചാലഞ്ചസ്, എൻ്റെ ഡൗൺ സൈഡ്സ് എന്താണെന്ന് ആ മറ്റ് വ്യക്തിക്ക് കൂടെ കാണാനൊരു അവസരം വേണം. ചെയ്യാൻ എന്താ വിചാരിക്കണം? സെയിം തിങ്, ആ ഒരു മെച്യൂരിറ്റി ഒബ്വിയസ്ലി വേണം. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്നില്ലല്ലോ. യു വിൽ ഗോ ത്രൂ ഹാർഡ് ടൈംസ് ടു. സോ അവിടെയും നമുക്കൊരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വേണം. നമ്മളിപ്പോൾ ഒരു വെൻ യു ഗോയിങ് ത്രൂ എ ഹാർഡ്ഷിപ്പ്, ഹൗ ഡു യു വാണ്ട് യുവർ പാർട്ട്ണർ ടു റിയാക്ട് ചെയ്യും? ഇപ്പം ഞാൻ വിഷമിച്ചിരിക്കുവാന്നേൽ how do I want Tenny to react to me, you know? നമ്മൾ രണ്ടുപേരും we bounce off each other's energy. Most of the times നമ്മൾ ഒരു ഭയങ്കര ബബ്ലി, രണ്ടുപേരും ബബ്ലിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ Tenny has to be the one to like push me out of it. വേഗം വന്ന് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ്, you know, it's the same thing with him. When I see that he has had a rough day from work or whatever, ഞാനായിരിക്കും I'll be the one, okay, നമുക്ക് അത് എഴുതി അല്ലെങ്കിൽ കോമഡി കാണാം, അല്ലെങ്കിൽ just start talking comedy, you know. അത് again റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണത്. ഓക്കെ. ഈ എൻഗേജ്മെന്റ് തൊട്ട് മുമ്പ് നിങ്ങൾ സംസാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ശരിക്കും പ്രേമിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നോ? പ്രേമിക്കാൻ അവസരം ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമെയിൽ വഴിയാണ്. കാരണം ഇവിടെ ആ സമയത്ത് US-ലും ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് MD അഡ്മിഷൻ കിട്ടിയതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോയി. ആ സമയത്താണ് നമ്മുടെ കല്യാണം ഫിക്സ് ആവുന്നത്. അപ്പോൾ ഈ ആ സമയത്ത് ഇവൾ ഇവിടെ NYU പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതലും നമ്മുടെ റൊമാൻറ്റിക് കോൺവെർസേഷൻസ് ഒക്കെ ഇമെയിൽ വഴിയായിരുന്നു. പണ്ട് കത്തയക്കുന്നത് പോലെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജിമെയിലാണോ ഹോട്ട്മെയിൽ ആയിരുന്നോ? ഇമെയിൽ. ജിമെയിൽ ആയിരുന്നു ഹോട്ട്മെയിൽ? ജിമെയിൽ അത്ര പഴയതല്ല. ഇവക്ക് ആക്ച്വലി ഹോട്ട്മെയിൽ ആയിരുന്നു, എനിക്ക് ജിമെയിൽ ആയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു, US വന്നൊരു 6 months ഡേറ്റ് ചെയ്തു. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോഴും ഇവള് വീക്കെൻഡ്സിൽ ഓടി എൻ്റെ അടുത്ത് വരും. ഓടി എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്ത് വരും. ആൻഡ് ദെൻ 6 months ഡേറ്റ് ചെയ്തിട്ട് പിന്നെ കല്യാണം. ഓക്കെ. ഈ കല്യാണത്തിലേക്ക് വന്നതിന് ശേഷം ഈ ആ ഒരു ഡേറ്റിംഗ് ഫേസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു? മാറ്റങ്ങൾ എന്ന് പറയാൻ, ഒന്നാമത്തെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഞാൻ ന്യൂയോർക്കിലെ ടെന്നി ഷിക്കാഗോയിലും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 6 months ഡേറ്റിങ്ങിലും നമ്മൾ കൂടുതലും ഫോണിൽ കൂടെ സംസാരിക്കുന്നതല്ലാണ്ട് നേരിട്ട് കണ്ടധികവും ഇല്ലായിരുന്നു. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഇതേ രീതികളൊക്കെ തന്നെയായിരുന്നു. അല്ല, ഹി വാസ് വെരി റിയലിസ്റ്റിക്. ഹ്യൂമർ സെൻസും ആക്ച്വലി ആ സമയത്ത് സമയം ഇല്ലായിരുന്നുള്ളതാണ് രസം. കാരണം ഹി വാസ് എക്സ്ട്രീംലി ബിസി. സമ്മൺ ഹു ഹാസ് ബീൻ ത്രൂ അവിടുത്തെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ആദ്യത്തെ ഒരു 1-2 വർഷം മെഡിക്കൽ ട്രെയിനിങ് ഇസ് വെരി വെരി ഇത്. ചിലപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഹി വുഡന്റ് ഈവൻ ആൻസർ. ഞങ്ങൾ തമ്മിൽ 24-36 hours കാണാണ്ടിരുന്ന സമയങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. കാരണം ഹീസ് അറ്റ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ വിൻഡോയിൽ കൂടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ കൊടുത്ത സമയങ്ങളുണ്ട്, യുനോ. അപ്പോൾ അത് ഇറ്റ് വാസ് വെരി റിയലിസ്റ്റിക്. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട്, ഇതെന്ത് ഈ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇവനെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഹീസ് നോട്ട് കോളിങ് മീ ആസ് മച്ച്. പക്ഷേ അഗൈൻ ഐ നോ ഹീ ഈസ് ബിസി. ഐ നോ അത് ആ ഒരു ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹീ വിൽ ബി മോർ ഫ്രീ. സോ അത് കഴിഞ്ഞ് ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫെലോഷിപ്പ് എടുക്കാൻ നേരത്തെ വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ടോക്ട് ഹൗ ബിസി ഡു വി വാണ്ട് അവർ ലൈഫ് ടു ബി. നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഏത് സ്പെഷ്യാലിറ്റി എടുത്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടി എന്താണ് നമ്മുടെ പ്രയോറിറ്റി. സോ വി ബോത്ത് റിയലൈസ്ഡ്, ഓക്കെ, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഹാവ് ടൈം ഫോർ ഈച്ച് അതർ, വി ഹാവ് ടു ഹാവ് ടൈം ഫോർ ദ ഫാമിലി. അപ്പോൾ ഇപ്പോൾ ഒരു സർജൻ ആവുകയാണെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ഹൗസ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഐ നോ ഞാൻ ആസ് എ വൈഫ് വോണ്ട് ബി ഓക്കെ വിത്ത് ദാറ്റ്. ഐ ഹാവ് ടു ഹാവ് മൈ പാർട്ട്ണർ വിത്ത് മീ. അവൻ അധികം നേരം കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ ഐ നോ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അപ്പോൾ അങ്ങനെ വി ചോസ് എ സ്പെഷ്യാലിറ്റി വെർ വി നോ, ഓക്കെ, യു വിൽ ബി ബിസി ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സ് ഉണ്ടാവും, യു വിൽ ഹാവ് മോർ ടൈം വിത്ത് ഈച്ച് അതർ എന്നുള്ളത്. സോ നമ്മൾ കരിയർ ചൂസ് ചെയ്ത സമയത്ത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്ന സ്പെഷ്യാലിറ്റി വരെ നമ്മൾ എടുക്കും. ഇപ്പം ഇവരുടെ ഈ അഭിനയത്തിന്റെ സ്കില്ലല്ലാതെ, പാട്ടുപാടലല്ലാതെ മറ്റെന്തൊക്കെ സ്കിൽസ്? ഷീ ഈസ് എ ഫിയേഴ്സ് മദർ. അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അൺകോംപ്രമൈസിങ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇത്രയും നമ്മുടെ ജോലിയുടെ തിരക്ക് നമുക്ക് പറയാൻ ഡിഫിക്കൽട്ടാണ്. നമുക്ക് പറഞ്ഞാൽ ജാടയാണ് നമുക്ക് തോന്നും, പക്ഷേ എക്സ്ട്രീംലി ബിസി ലൈഫ്സ് ആണ്. അപ്പോൾ അത് ഉണ്ടായിട്ട് പോലും ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവളുടെ ഒരു അൺവേവറിങ്
നിർബന്ധമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും ഞാൻ. ഓക്കെ പിന്നെ ഇപ്പം ഇവളൊരു നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പം ഡൈവേഴ്സ് ഒപ്പീനിയൻ. yes oftentimes the opinions don't match. അപ്പം she doesn't give up, nor do I. we somehow make it work. അപ്പം അവളും അങ്ങനെയാണ്. ഇപ്പം അവളുടെ അതും ഐ റെസ്പെക്ട് ദാറ്റ് അബൌട്ട് ഹർ. അതായത് ദിസ് ഇസ് ഹൗ ഐ ഫീൽ. നിനക്ക് വേണ്ടി എൻ്റെ തോട്ട് പ്രോസസ്സ് ഗിവ് അപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് എപ്പോഴും ഷീ ഹോൾഡ്സ് ഓൺ ടു ദാറ്റ്. ഇപ്പൊ ഇദ്ദേഹം ലൈഫ് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ആനിവേഴ്സറി, ബർത്ത്ഡേ, കുട്ടികളുടെ ബർത്ത്ഡേ, ബാക്കിയുള്ള അമേരിക്കയിലുള്ള ഹാലോവൻ, അമേരിക്കയിലെ ഓണാഘോഷം, അമേരിക്കയിലെ വിഷു, ഇതൊക്കെ ആരാ പ്ലാൻ ചെയ്ത് സെറ്റ്? തക്കടു. ആ തക്കടു ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. വേറെ 1-2 മലയാളി ഫാമിലീസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്, ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള. ഇവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്ന വെക്കേഷൻ ട്രിപ്സ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് തക്കടുവാണ്. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിനകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ തക്കടു പ്ലാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 1-2 വട്ടം ചോദിച്ചിട്ടുണ്ട്, അത് സാറ്റർഡേ നിങ്ങളുടെ വീട്ടിലാണ് കൂടുന്നത്, അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം തക്കടു ഓൾറെഡി പ്ലാൻ ചെയ്ത് എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. യുനോ തക്കടു ലവ്സ് പ്ലാനിങ്. അപ്പോൾ നമ്മുടെ ട്രാവൽ പ്ലാനർ, അങ്ങനത്തെ ഫൺ പ്ലാനർ മോസ്റ്റ്ലി തക്കടുവാണ്. ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ? എനിക്ക് പൊതുവേ ഒരുപാട് എനർജി ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക, ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷേ ഭയങ്കര വലുതാക്കണമെന്നൊന്നുമില്ല. ഇപ്പം എനിക്കിപ്പം ബർത്ത്ഡേസ് ഒക്കെ ഭയങ്കര ലാർജർ ദാൻ ലൈഫായിട്ട് ചെയ്യണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ മൊമെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള. ഇൻഫ്ലുവൻസേഴ്സ് ആയി വന്നതിന് ശേഷം ഒരുപാട് ഫാൻ ഫോളോയിങ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഒരു ക്രേസി ഫാൻ മൊമെന്റ്, അങ്ങനെ തോന്നിയ ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? ക്രേസി ഫാൻ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെക്കാളും നല്ല ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മൊമെന്റ് വരാറുണ്ട്. അനുശ്രീ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മളിവിടെ ആലിബാബ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് ഒരു പെണ്ണ് ഓടി വന്ന് അപ്പോൾ ആക്ച്വലി കരഞ്ഞു പോയി നമ്മൾ കണ്ടിട്ട്. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിയാക്ഷൻ കാണുന്നത്. ആ പെണ്ണ് ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ കുറച്ച് ഷീ വാസ് ടിയറിങ് അപ്പ്. നമ്മളെ കണ്ട് സന്തോഷമായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിയാക്ഷൻ. നമ്മളത് യൂസ് ടു അല്ല എന്നുള്ളതാണ്. നമുക്കത് ന്യൂ ആണ്. ഒബ്വിയസ്ലി നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ താമസിക്കുന്ന സിറ്റി ഈസ് എ സ്മോളർ സിറ്റി. അപ്പോൾ അവിടെ അധികം മലയാളീസ് ഇല്ല. നമ്മളൊരു ബിഗർ സിറ്റി അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ വരുന്ന ഇത്രയും പേരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവർക്കൊക്കെ നമ്മൾ അറിയാലേ എന്നുള്ള ഒരു ഫീല്. യുനോ ഇപ്പം നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോഴാണെങ്കിൽ എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്നത്, നിങ്ങൾ അവരല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയാണ് ആ ഒരു ഫീല് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. നമ്മളിത് ചെയ്യുന്നു, നമ്മളവിടെ ഇടുന്നു, നമ്മുടെ മോസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വരുന്ന കമന്റുകൾ വായിക്കുക, കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, നമ്മൾ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ ഹലിബാബയുടെ നാട്ടിലെ റെസ്റ്റോറന്റിൽ പോയിട്ടും നിങ്ങൾ ഉമ്മ വെച്ചല്ലോ, ആ ഫോട്ടോ കിട്ടുമല്ലോ. അപ്പൊ ഈ ആ സമയത്ത് ആ ആളുകളുടെ റിയാക്ഷൻ അതങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തിരുന്ന ആ സമയത്ത് ഇത് ആക്ച്വലി ഔട്ട്ഡോർ ആയിരുന്നു. അപ്പം ആക്ച്വലി ചുറ്റിനും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സെക്യൂരിറ്റി മോൻ ഉണ്ടായിരുന്നു. മോൻ ഇങ്ങനെ നോക്കി ഹാപ്പി ആയിരുന്നു മോൻ. നമ്മൾ പക്ഷേ പുത്തരി ഒന്നും അല്ല. നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിസ് വാസ് 13 years ago. നമ്മള് കോവളത്ത് വെച്ചായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ്. ഏതായിരുന്നു ലീലയില്, അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പൊ അന്നും ഇതേപോലെ തന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇവിടെ. പക്ഷെ നമ്മള് സ്മൂച്ച് ഒക്കെ ചെയ്താണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ ക്യാമറമാൻ നിന്ന് സ്വെറ്റിംഗ് ആണ്. പുള്ളി ഓ മൈ ഗോഡ്, പുള്ളി ഇനി നമുക്ക് ഉമ്മ അല്ലാത്തൊരു ഫോട്ടോ അല്ല. അവസാനം ക്യാമറമാൻ ഷർട്ട് ഒക്കെ ടക്ക് ഔട്ട് ചെയ്തു. പുള്ളിയുടെ കൈ വിറക്കിയായിരുന്നു ക്യാമറ വെച്ച്. പല ഫോട്ടോസും ഗ്രൈനിയാണ് ഗൈസ്. അത് ആക്ച്വലി അന്നും ഇവർക്ക് ഈ ഇതൊക്കെ വേണോ, ഉമ്മ വെക്കണോ എന്നൊക്കെയുള്ള വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഷൂട്ടിനിടയ്ക്ക് പോയി 2 ഷോട്ട് അടിക്കും, തിരിച്ചോടി വന്ന് ധൈര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ സേവ് ദ ഡേറ്റ് ഭയങ്കരമായിട്ട് മാറിയില്ലോ. അതായത് ഇപ്പൊ ലിപ് ലോക്ക് ആയാലും ശരി, ആളുകൾ സെലിബ്രേറ്റ് ചെയ്യണം ആ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ തോന്നില്ല ഞങ്ങൾ ഇതിന്റെ ഒക്കെ ഒരു തുടക്കം നമ്മൾ ഇതിന്റെ തുടക്കത്തിലുണ്ട്. ഓ നമ്മുടെ ഹണിമൂൺ പിക്ചേഴ്സ് വെളിയിലിടാൻ പറ്റുന്ന അതൊക്കെ അന്തകാലത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. റിവ്യൂസ് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഇവളുടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ ഫാമിലിയെല്ലാം കുറിച്ച് നമ്മളെ വളർത്തിവിട്ട് പെണ്ണാണോ ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കത്തിച്ചെന്ന് പറഞ്ഞു. ആ ഏരിയയിലേക്ക് വരണ്ട, ഇവളിങ്ങനെയാണ്. ഇപ്പം ഏതോ ഒരു ഇതിനടുത്ത് ഒരാൾ കമന്റ് ചെയ്തായിരുന്നു, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ബന്ധുക്കളും എന്താണ് നിങ്ങളെ പറ്റി വിചാരിക്കുന്നത്. അതിന് വന്ന അടിയിൽ നിങ്ങൾ കമന്റ് ഇട്ടുണ്ടായിരുന്നത് തുമ്മിയെ തെറിച്ച മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്? ആരാണ് കമന്റ് ഇട്ടത്? ഞാനാണ് ഇട്ടത്. ഓക്കെ. നമ്മുടെ ഫാമിലിക്ക് they should know who you are, അല്ലേ? നമ്മളെ ആരാന്ന് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബെയർ മിനിമമാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ എൻ്റെ മോൻ ഒരു പുണ്യാളനാണെങ്കിലേ അവനെ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then you are not a good father.
You have to understand his strong points and his weaknesses, and we still have to love him. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ then it's no point. ഓക്കെ. അങ്ങനെ ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി സോഷ്യൽ സദാചാരം ഉണ്ടല്ലോ, അതൊരു സമയത്ത് അങ്ങനെ മൈൻഡിലേക്ക് വരിക ഒന്നും ചെയ്തിട്ടില്ല ഈ മനുഷ്യനുള്ള കാരണം? ഒബ്വിയസ്ലി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഹണിമൂൺ പിക്ചേഴ്സ് കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് കുറെ പേര് ഇതേപോലെ അയ്യോ ഇത് എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. അന്ന് ഫേസ്ബുക്കിന്റെ പ്രതാപകാലം, ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോ. ഇത് ഏത് വർഷം? 2012. അടിപൊളി അല്ലേ? അപ്പൊ ഒബ്വിയസ്ലി ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ഇത് എൻ്റെ ലൈഫ് ഞാൻ എന്തിടണം എന്ന് ഞാനല്ലേ തീരുമാനിക്കണത്. പിന്നെ ഞാൻ ജീവിക്കുന്ന വേറൊരു രാജ്യത്താണ്, അവിടെ എല്ലാവരും ആരും സാരി ഉടുത്തല്ല ബീച്ചിൽ വെള്ളത്തിൽ പോയി ചാടുന്നത്. അങ്ങനെ ഇട്ട് ചാടിയാലാണ് അവർ നോക്കുക. അല്ലാണ്ട് ഞാനൊരു ബിക്കിനി ഇട്ട് ചാടിക്കഴിഞ്ഞാൽ ആരും എന്നെ നോക്കുന്നില്ല. കാരണം ദാറ്റ് ഇസ് ദ നോൺ, ദാറ്റ് ഇസ് ദ വേ യു ഡ്രസ് അപ്പ് ഫോർ എ ബീച്ച്, ദാറ്റ് ഇസ് ദ വേ യു ഡ്രസ് അപ്പ് ടു എ പൂൾ. അതിന് അതിൻ്റെതായ ഒരു കോഡുണ്ട്, ഒരു ഡ്രസ് കോഡുണ്ട്. അതിട്ട് ഞാൻ ഇറങ്ങുന്നു, അതിൽ എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട്. ദേ ലിവ് ഇൻ എ ഡിഫറെൻറ്റ് കൾച്ചർ, ഐ ലിവ് ഇൻ എ ഡിഫറെൻറ്റ് കൾച്ചർ. അപ്പോൾ അവർ കാണണമെങ്കിൽ കാണണ്ട, അവർ ഫേസ്ബുക്കിൽ എന്തിനു വേണ്ടി ഇത് കയറി നോക്കണം. അപ്പം ഈ കോവളത്ത് ഭാര്യയുടെ കൂടെ ഷോർട്സ് ഇട്ടിട്ട് ഭാര്യനെ കൊണ്ട് ബിക്കിനി ഇട്ടിട്ട് നടത്തിക്കാന്ന് പറയുന്നത്, ഭാര്യയ്ക്കത് വേണമെങ്കിൽ, അവൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭാര്യയുടെ അവസ്ഥ എന്താ? ഞാൻ ശരിക്കും ഇപ്പം അത്രയ്ക്ക് ധൈര്യം ഉണ്ടാവും തോന്നണില്ല. മയാമി ബീച്ച് പോലെ, മയാമി ബീച്ചിൽ നടക്കുന്ന പോലെ എനിക്ക് കോളത്തേക്ക് നടക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് വെച്ചില്ല. മലയാളി ഇനി മാറാണ്ടല്ലോ ആ രീതിയിലൊക്കെ? മലയാളി മാറാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനുണ്ടെന്ന് പറയും. എവറിബഡി ഹാസ് എ ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്. ചിലർക്ക് അത് മലയാളി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വെക്കണം എന്നുള്ളവരും ഉണ്ടാവും, കൺസർവേറ്റീവായിട്ട്. പക്ഷേ എൻ്റെ ഔട്ട്ലുക്ക് അതല്ല, എനിക്കതല്ല വേണ്ടേ. സോ ഐ എം ഹാപ്പി വെയർ ഐ എം അറ്റ്. ഓക്കെ ഓക്കെ. ഈ ഡാഡി മോമി വിളികളുണ്ടല്ലോ, ഇത് ശരിക്കും നിങ്ങൾ വീടിനകത്ത് നിങ്ങളുടെ ഡാഡി മോമി എന്നുള്ള വിളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണോ, അതോ ചില ഭയങ്കര ഡബിൾ മീനിങ് ഉള്ള റീലിനകത്ത് ഡാഡി എന്നുള്ള വിളിയുണ്ടല്ലോ? അല്ല, നമ്മുടെ വീട്ടില് ഡാഡി എന്ന് വിളിക്കാറുള്ളത് മറ്റേ ഡാഡി അല്ല. ആ ഡാഡി അല്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ കൾച്ചറിൽ വളരെ കോമൺ ആണല്ലോ. അമ്മമാര് കൊച്ചിന്റെ ഫാദറിനെ ഒന്നില് ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്ന ആൾക്കാർ, അപ്പൊ ആ ഡാഡി മമ്മിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. അത് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതല്ല. നൈസ്, നല്ല കാര്യം. നമ്മുടെ നാട്ടിലെ കപ്പിളുകൾ, NRI കപ്പിളുകൾ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് അവിടെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമില് ഈ NRI കപ്പിള് ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ തൊട്ട് മുമ്പ് വരെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ പോലത്തെ കുറച്ച് ആളുകൾ വന്നിട്ടാണ് അതിന്റെ ട്രെൻഡ് മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇവരെന്താ ചെയ്യുന്നത്, ഇവരെന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഫോൺ വിളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജുകളോ അങ്ങനത്തെ സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മുടെ കണ്ടന്റ് അപ്രൂവ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടല്ലോ. അതായത് കമന്റ്സ് ആയിട്ട് വരാറുണ്ട്. അതായത് ഇത് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പാടുള്ള സംഭവമാണോ അല്ലയോ, അവർ കണ്ടാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെന്ത് പറയും, അങ്ങനെയൊക്കെ നമ്മളെ അറിയാതെ ചിന്തിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ കൂടുതൽ. ഈവൻ ദോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് അൺഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺഷ്യൻസ് ഉണ്ട്. ഇത് ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു റോങ് ആയിട്ടുള്ള ഐഡിയ കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഫോർ us it is fine, it is clean and it is us. എനിക്ക് ഒരു ഡബിൾ മീനിങ് സൈഡ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ട്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ക്യാരക്ടർ. അപ്പോൾ അത് ഞാൻ ഐ എം ഓക്കെ വിത്ത് ബീങ് മൈസെൽഫ്. ഈ കുട്ടികൾ ഒക്കെ ഉള്ളതല്ലേ, കുടുംബമായിട്ട് കാണണ്ടേ, അങ്ങനത്തെ കമന്റുകൾ ആരെങ്കിലും പറയോ അല്ലെങ്കിൽ അയക്കോ, അത് അങ്ങനത്തെ സംഭവങ്ങൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? ആൾക്കാർ പറയാറുണ്ട് കുട്ടികൾ കാണില്ലേ എന്നുള്ളത്. അത് എന്താ, നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആരിത് അവിടെ ഇരുന്ന് കാണുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, അത് എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല. ഞങ്ങൾ എങ്ങനെയാണോ പരസ്പരം എങ്ങനെയാണോ ഞങ്ങൾ അത് വൺ ഡേ വി ഡിസൈഡഡ് ഓക്കെ നമ്മളിത് റീലായിട്ട് എടുത്തിടാൻ പോകുന്നു. അത് ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ താങ്കൾ ചിന്തിക്കണേ. താങ്കളുടെ വേ ഓഫ് ലിവിങ് ഇസ് മൈറ്റ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് ഞാൻ താങ്കൾ ജീവിക്കുന്നത് ഞാൻ കാണുന്നു, ഞാനത് കാണുന്നു, ഓക്കെ ദാറ്റ് ഇസ് ഹൗ യു ലിവ്. താങ്കൾ എന്നെ നോക്കി പറയുന്നു ദിസ് ഇസ് ഹൗ യു ലിവ്, ഇറ്റ് ഷുഡ് ബി ദെയർ. അത് അവിടെ തീരണം. അല്ലാണ്ട് ഞാൻ വന്ന് ഇനി അല്ല ഞാൻ ജീവിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ എന്നെ താങ്കൾ ചിന്തിക്കണം എന്ന് പറയാൻ ഞാൻ ആരാണ്? ആരുമല്ല. യു ലിവ് യുവർ ലൈഫ്, യു ഡു യു, ഐ ഡു മീ. അപ്പം അത് മാത്രമല്ല, കുട്ടികൾ എന്ത് കാണണം എന്ന് കൺട്രോൾ ചെയ്യേണ്ടത് പേരൻസ് ആണല്ലോ. ഇവിടെ നമ്മുടെ അടുത്ത് ഒരുപാട് മെസ്സേജസ് DMസിനൊക്കെ കൂടുതൽ കമൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് ഞങ്ങളുടെ കുട്ടികൾ കാണുന്ന പേജാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഞങ്ങളുടെ കുട്ടികൾ കാണാറുണ്ട്. കുട്ടികൾ എന്തിനു കാണണം? ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ അവർക്ക് ഫോൺ ടൈം ഇല്ല. അവർ നമ്മുടെ റീൽസ് കുറച്ച് കാണുന്നുള്ളതല്ലാതെ they do not do anything on the phone. ഇല്ല, നമ്മൾ ഫോണും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിയന്ത്രിക്കേണ്ടത് പേരൻസ് ആണ്. അപ്പം ഇഫ് യു ഡോണ്ട് തിങ്ക് യുവർ ചൈൽഡ് ഷുഡ് സീ ദിസ് ചാനൽ,
ഇതർ യു അൺഫോളോ അസ് ഓർ യു ഡോണ്ട് ഗിവ് ദം ദ ഫോൺ. അപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ കൺട്രോൾ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ മാറുന്ന വരുന്ന ട്രെൻഡുകൾ, പാട്ടുകൾ, ഇതിനെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിലേക്ക് കൊണ്ടുവരുന്നത്? അത് എളുപ്പമാണോ? നമ്മുടെ കണ്ടന്റിലേക്ക് ആക്കണം. ആ പാട്ടിനെ നിങ്ങൾ കറക്റ്റ് ആയിട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ ടൈപ്പ് കണ്ടന്റിലേക്ക് ആ പാട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഈ ഐഡിയേഷനൊക്കെ എവിടെ വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും? ഇത് എവിടെ വെച്ചാൽ സംഭവിക്കുന്നതൊക്കെ? നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ഈ TV കാണും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓബിയസ്ലി മറ്റുള്ളവരുടെ റീൽസ് ഇതൊക്കെ കാണുമല്ലോ ഫ്രീ ടൈമിൽ. അപ്പൊ അത് കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ മ്യൂസിക് ഇതിനിടാം, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ കോമഡി ഇടുമ്പോഴായിരിക്കും ആ ഡയലോഗ് ഇട്ടാലോ, അല്ലെങ്കിൽ ആ മ്യൂസിക് ഇട്ടാൽ കുറച്ചുകൂടി കോമഡി ആയിരിക്കും. അങ്ങനെ അത് ജസ്റ്റ് പിന്നെ ഒരുപാട് ഐഡിയാസ് നമ്മൾ ആക്ച്വലി ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ജോലിക്ക് പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ ആക്ച്വലി ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമുള്ളൂ. വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ നമുക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ആക്ച്വലി നമ്മുടെ ലൈഫിലില്ല. അപ്പം ചിലപ്പോൾ ജോലിയിൽ ഇരുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് ബ്രേക്കിന് കഴിക്കുന്ന സമയത്ത് ഇവിടെ വിളിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതൊക്കെ സ്പാർക്ക് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും and then we work on it. ഓക്കെ. ഈ റൊമാൻറ്റിക് ആവുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് ഇദ്ദേഹം വന്നതിന് ശേഷം കൂടിയിട്ടുണ്ടോ? ഐ മീൻ റൊമാൻസ് എന്നുള്ള ഐഡിയ തന്നെ ഭയങ്കരമായിട്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും വെരി ഓപ്പൺലി റൊമാൻറ്റിക്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ കൂടി ചിലപ്പോൾ അവരൊന്നും അത്ര ഓപ്പൺലി റൊമാൻറ്റിക് ആയിരിക്കത്തില്ല, പക്ഷേ വി ബോത്ത് ലവ് ദാറ്റ് ആൻഡ് obviously there is always a lot of romance. ഇപ്പൊ ഇദ്ദേഹത്തിന് കുറെ NRI ജീവിതം ഉണ്ടല്ലോ, ഇപ്പൊ ഗോമസിന് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു വെസ്റ്റേൺ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ വേറെ തന്നെ ഒരു ഔട്ട്ലുക്ക് വന്നത്? മലയാളിയെ പോലെ അല്ല ചിന്തിക്കുന്നത്, അങ്ങനെ ടിപ്പിക്കൽ മലയാളിയെ പോലെ. എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു വലിയൊരു NRI ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോന്ന് വെച്ചാൽ എൻ്റെ കൂടുതൽ ഫാമിലി എല്ലാം ഗൾഫിലാണ്. അപ്പോൾ ഞാൻ 9 വയസ്സ് വരെ UAE-ലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. ഫാമിലി മോസ്റ്റ് ഓഫ് ദ മസ്റ്റിൽ ഇൻ UAE. പക്ഷേ എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് നോ എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതനുസരിച്ച് ഇവോൾവ് ചെയ്ത് മാറുന്ന ഒരു തോട്ട് പ്രോസസ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു ഇങ്ങനെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിലില്ല. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനത്തെ ഒരു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ അല്ല, ഞാനായിട്ട് തന്നെ ഇവോൾവ് ചെയ്ത ഒരു സിറ്റുവേഷനാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ഡബിൾ മീനിങ് ഫ്രണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സും അയാളിൽ വന്നതിന് ശേഷം കാണുന്ന ആളുകൾ പറയുന്ന സാധാരണ വാക്കുകളിലോ അല്ലെങ്കിൽ സാധാരണ വാചകങ്ങളിൽ പോലും നമുക്ക് ഈ ഡബിൾ മീനിങ് സാധനം വരും. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ ടാലന്റ് പോലെ അത് ഇങ്ങനെ ബിൽഡായി വരും. അങ്ങനെ ബിൽഡായിട്ടുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾസ് ആണെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന ഒരു പാർട്ടിയൊക്കെ ആണെങ്കിൽ കൂടി ഇതേപോലെ കുറേ ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന് ചിരിക്കും. അത് ഐ ഡോണ്ട് നോ, ആ ഒരു നമ്മുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം, നമ്മളും അങ്ങനെയാണ്. അതിലൊരു തെറ്റോ ശരിയോ ഒന്നും എനിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്, യു ടോക്ക് അബൌട്ട് ഇറ്റ്, യു ഹാവ്. ഈ അഡൽട്ട് തമാശകൾ അല്ലെങ്കിൽ ഡബിൾ മീനിങ് തമാശകൾ, ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഈ കണ്ടന്റ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ആക്ച്വലി ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാറേ ഇല്ല. കാരണം അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് യു ക്യാൻ. കാരണം വിഷ്ണു, നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മുടെ ജോലിയിൽ നമ്മൾ വെരി മെഷേർഡ് ആണല്ലേ, നമ്മൾ പേഷ്യൻ്റ്, യു ഹാവ് ടു ബി വെരി കാൽക്കുലേറ്റഡ് ഓൺ ഹൗ യു ടോക്ക്. പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മളിത് ചെയ്യുമ്പോൾ പിന്നെയും ഇതൊരു സ്ട്രെസ്സർ ആവേണ്ട കാര്യം നമുക്കില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തിട്ട് ഇഫ് യു ക്യാൻ ബി ലിവ് കെയർ ഫ്രീ ദെൻ ഡു ഇറ്റ്. ഇത് നമ്മൾ ഇട്ടിട്ടോ അയ്യോ ഇതിനെ കുറിച്ച് കാര്യം പറയുമെന്നൊക്കെ ആലോചിക്കാൻ പോവുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഇറ്റ് ഫോർ us. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു വിഷയമേ അല്ല. നമ്മൾ ആകെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് നോക്കുന്നത് നമ്മൾ ആക്ച്വൽ പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കാറില്ല. റിലിജനെയും നമ്മൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്താറുണ്ട്. അത് പേർപ്പസ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്താറുള്ള രണ്ട് കാര്യങ്ങളാണ്. കാരണം അത് ആൾക്കാർ കുറച്ച് സെൻസിറ്റീവ് ആവുമായിരിക്കും എന്നുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് നമ്മൾ വി ട്രൈ ടു സ്റ്റേ ഔട്ട് ഓഫ് ദാറ്റ്. ഈ അടുത്തൊരു പണി കൊടുത്തിരുന്നു, ഇടയ്ക്കൊരു പണി കൊടുത്തിരുന്നു ആദ്യമായിട്ട്. പക്ഷെ അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾ ഇപ്പം ട്രംപ് ആണോ ബൈഡൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വി കൈൻഡ് ഓഫ് സ്റ്റേ അവേ ഫ്രം ഇറ്റ്. നമ്മുടേതായ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ പറ്റി നമ്മൾ അധികം റീൽസ് ഉണ്ടാക്കുകയൊന്നും ചെയ്യാറില്ല. അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് സെൻസിറ്റീവ്, സോ വി ലീവ് ഇറ്റ് ടു ദാറ്റ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇൻസ്റ്റാഗ്രാമിന് പൈസ കിട്ടുന്നോണ്ടല്ലേ ചെയ്യുന്നത്? ആക്ച്വലി അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു പ്രൊഫഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് അവർ ലൈവ്ലിഹുഡ്. ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇത് ചെയ്ത് തുടങ്ങി അങ്ങനോ ക്ലിക്കായി, അപ്പൊ പിന്നെ വി ജസ്റ്റ് ഡു ഇറ്റ് ഫോർ ഫൺ, ദാറ്റ്സ് ഇറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? പെട്ടി കണക്കിന് ഇന്നലെ കൂടെ ബാങ്കിൽ കൊണ്ട് ഇട്ടോളൂ. പക്ഷെ നമ്മൾ ആക്ച്വലി അത് നോക്കിയിട്ടല്ലോ നമ്മുടെ ഈ പേജ് നമ്മളിപ്പം ഇന്ന ഫോളോവേഴ്സിലേക്ക് എത്തുക അതൊരു ഗോൾ നമുക്കില്ല. നമുക്ക് നമ്മൾ ഈ കൊളാബ് മാർക്കറ്റിംഗ് പരിപാടികളില്ല. അപ്പം പൈസ ഉദ്ദേശിച്ചല്ല. ഡിസ്ക്രിപ്ഷനിൽ പെയ്ഡ് കൊളാബ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. കാരണം നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് ഇപ്പൊ നമ്മൾ ഇതിന് പൈസ ഒക്കെ കിട്ടുമോ, നമ്മളറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മോണിറ്ററി ഗെയിനിലൂടെ ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ പൈസ കിട്ടും, വളരെ തുച്ഛമായിട്ടുള്ള പൈസ. നമുക്കിപ്പം
ഒരു ദിവസം 2 ചായ കുടിക്കാനുള്ള പൈസയൊക്കെ വേണമെങ്കിൽ കിട്ടും. അത്രയും കിട്ടും. ആൾക്കാർ അങ്ങനെ പറയും, ഓ കോടികൾ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഇവന്മാരെ കാണിക്കുന്നത്, കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ കുറെ കൂടെ റവന്യൂ ഒക്കെ കിട്ടില്ലേ നിങ്ങൾ? പക്ഷേ ഇൻസ്റ്റാഗ്രാം മാത്രം, യൂട്യൂബ് ആക്റ്റീവ്ലി പെർസീവ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഇത് ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു സൈഡും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഈ ടാലന്റ് കാണിക്കാൻ, പിന്നെ നമുക്ക് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുക, പിന്നെ ആ സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു രസമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനിടയ്ക്കാണെങ്കിലും ഞാൻ കൂടുതൽ DMസിനും ഓൾമോസ്റ്റ് എല്ലാ DMത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവളായിരിക്കും ഇതിനൊക്കെ എന്താ വട്ടാണെന്ന് ചോദിക്കും. അപ്പൊ പക്ഷെ ചിലപ്പോൾ നമ്മള് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കൊടുക്കുന്നതും അല്ലുകമാണ്. പല ആരാധികമാർക്കും അല്ലെങ്കിൽ ആരാധകന്മാർക്കും നിരാശപ്പെടാം. അപ്പം നമുക്ക് ബേസിക്കലി അല്ലല്ല, ഷീ ഹാസ് ദ ഫ്രീഡം ടു. ഇപ്പൊ ഇവർക്ക് സമയം ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. അല്ല ഞാനങ്ങനെ നീ കൊടുക്കാൻ പാടില്ല അങ്ങനെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ റവന്യൂ. അപ്പം ബേസിക്കലി നമ്മൾ റവന്യൂ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയല്ല. അപ്പം മല്ലു തോമസിന്റെ റവന്യൂ ഇത്രയാണ് എന്ന് ചോദിച്ചിട്ടുള്ള പരിപാടി ഇല്ല. ഈ കുട്ടികളെ വളർത്തുന്നതിൽ മലയാളികൾക്കും ഐ മീൻ അമേരിക്കയിലുള്ള ആളുകൾക്കും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാൻ പോകുന്നു, നമ്മൾ വീട്ടുകാരെ അറിയിക്കാതിരിക്കാനാണ് ഏറ്റവും അധികം നോക്കുക. പക്ഷെ അമേരിക്കയിൽ അത് നേരെ തിരിച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ മകൾ ഒരു ബോയിനെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക എന്നുള്ളത്. ആ കൾച്ചർ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും? സോ അപ്പോൾ ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഫോർ മീ, ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഇപ്പോഴും. പൂർണ്ണമായിട്ടും അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം എത്രത്തോളം, കാരണം ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഓബ്വിയസ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് സെക്ഷുവൽ ഇഷ്യൂസ് അല്ലേ. കാരണം ഡേറ്റ് ചെയ്ത് തുടങ്ങുന്ന കാലത്തിൽ ഹൗ സെക്ഷുവലി മെച്യൂർ ഇസ് മൈ ഡോട്ടർ, റൈറ്റ്? അവളുടെ ലിമിറ്റ്സ് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം അവളുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടോ? അപ്പം അങ്ങനെ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു കഥാപാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതല്ല ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു ബോയ് വരുമ്പോൾ if he can exploit her, then I have to be a little bit careful. അല്ല ഞാൻ maybe you are not ready for this, അല്ലെങ്കിൽ tell me what is going on, right? അപ്പം അത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 100% ഉറപ്പ് എനിക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി ഞാനും പഠിക്കുമായിരിക്കും. ഈ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു പയ്യനാണ് വരുന്നതെങ്കിൽ സണ്ണിച്ചേട്ടൻ പോയിട്ട് അവിടെ വിൻഡീസിൽ വരും. ഓക്കെ, ഈ ഒരു അവസ്ഥേനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് വീട്ടിലേക്ക് ഒരു പയ്യൻ വരുന്നു, മകളെ ഞാൻ ഡേറ്റിന് കൊണ്ടുപോകും, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വരാൻ സാധ്യതയില്ലേ? അല്ല, മോള് വരുന്നതായി വരുന്നോറും ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ജെനി ആലോചിക്കുന്ന അത്ര കൂളായി ഞാനത് ആലോചിക്കും എനിക്ക് തോന്നുന്നില്ല. കടക്കട വെളിയിൽ നിന്നായിരിക്കും മിക്കവാറും. അന്നേരം മറ്റേ തോന്നാവും. അത് വേറെ കാര്യം. ഉറപ്പാണ്. കാരണം ഇവിടെ ഉറപ്പായിട്ടും ആ സമയത്ത് ഇപ്പം കൊച്ചു കോളേജിൽ പോകണമെങ്കിൽ ഇവിടെ അവളുടെ പുറകെ പോകും. ആ ഒരു സെറ്റപ്പാ. അത് ആ ലെവൽ എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പോഴാലോചിച്ചിട്ട് ഈ ടീനേജ് ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ടീനേജറാണല്ലോ അധികം റിബലായിട്ട് മാറുക. പാരന്റ്സ് നമ്മൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും, നമ്മൾ വളരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോണേ എന്നുള്ളതാണ്. അത് ഐ തിങ്ക് ടെനി വിൽ ബി ബെറ്റർ അറ്റ് ഹാൻഡ്ലിംഗ് ദാൻ മീ. ഓബ്വിയസ്ലി നമ്മൾ രണ്ടുപേരും അത്യാവശ്യം കൂൾ പേരൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ കിഡ്സ് നോ വെയർ ടു ഡ്രോ ദ ലൈൻ, അല്ലെങ്കിൽ വെയർ ഇസ് ദ ബൗണ്ടറി എന്നുള്ളത്. അത് പക്ഷേ അഗൈൻ ഈ ടീനേജ് ലൈഫ് ആകുമ്പോൾ അവരും അവരുടെയും ഹോർമോൺസ് ആർ ഗോയിങ് വെരി വൈൽഡ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു ടെനി ആയിരിക്കും ആ സമയം എത്തുമ്പോഴേക്കും എന്നെക്കാളും ബെറ്ററായി ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പം നമ്മുടെ ഒരു മാജിക് മിറക്കിളും നമ്മുടെ ഒരു ഫോർമുല നമ്മുടെ ഇല്ല. പക്ഷെ ഓൾ ഐ നോ ഇസ് ആ സമയത്ത് ഐ വിൽ ലേൺ വിത്ത് ദം. എന്താണ് അവരുടെ ചാലഞ്ചസ്, വൈ ആർ ദേ ബിഹേവിങ് ലൈക്ക് ദിസ്, ഹൗ കൻ ഐ ഹെൽപ്പ് ഫിക്സ് ദാറ്റ് എന്നുള്ളതൊക്കെ അവരുടെ കൂടെ ചിന്തിച്ച് അത് ബെറ്റർ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എന്തുവാണെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ശരി, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ശരി, അവർക്കിടാവുന്ന വസ്ത്രങ്ങൾ ഒരു പോയിന്റ് വരെ അവരുടെ പാരന്റ്സ് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു വെന്റ് ഔട്ട് ഉണ്ടാവുക. നിങ്ങൾ അങ്ങനെ എടുക്കുന്ന പാരന്റ്സ് ആയിരിക്കും? കാരണം നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യും, നിങ്ങളെ നന്നായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താ കൊടുക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ആസ് ലോങ് ആസ് ദേ ലുക്ക് ഗുഡ് ഇൻ വാട്ട് ദേ ആർ വെയറിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് വെച്ചാൽ ഇപ്പം പൂളിൽ പോവുകയാണെങ്കിൽ ബിക്കി ഇടുക, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഈവൻ ഇപ്പം വയറ് കാണിക്കാനാണെങ്കിലും കാണിക്കാതിരിക്കാനാണെങ്കിലും ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദി ഔട്ട്ഫിറ്റ് ഇസ്, വാട്ട് ദി ഒക്കേഷൻ ഇസ്. നമ്മൾ വൃത്തി കൊടുക്കുക. സാരി ആയാലും ബിക്കിനി ആയാലും ഇപ്പം മകനായാലും എന്തായാലും അവര് ആ ഒക്കേഷനെ ചേരുന്ന രീതിയിൽ as long as they are comfortable and they look good in it, wear it.
ഓക്കെ. ഈ മകളുടെയും മകന്റെയും കൂടെയുള്ള കോൺവെർസേഷൻസ് എങ്ങനെയാ നിങ്ങൾ? സാധാരണ ഒരു കുടുംബത്തിലുള്ള പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ ജനറലി എന്ന് ചോദിക്കുമ്പോൾ എന്താ അവര് സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ വിശേഷങ്ങളും പറയാ, ഫ്രണ്ട്സിനെ പറ്റി പറയാ, അതൊക്കെ തീർച്ചയായും ഞാൻ ഭയങ്കര എൻകറേജ് ചെയ്യും. എനിക്ക് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം സാധാരണ നമ്മൾ ചോദിക്കും ഇല്ല ഹൗ വാസ് യുവർ ഡേ, ഗുഡ് ബാഡ് അത്രയൊക്കെ പറയത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കും വൈ ഇസ് ഇറ്റ് ഗുഡ്, ടെൽ മീ മോർ, ഏത് കൂട്ടുകാരോട് കളിച്ചു, എന്ത് കളിച്ചു, എങ്ങനെ കളിച്ചു. അപ്പം എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് മോനും മോളും തമ്മിൽ ഭയങ്കര പേഴ്സണൽ ഡിഫറൻസ് ആണ്. ഇവൻ മിണ്ടും അവൾ മിണ്ടത്തില്ല, അവൾ ഭയങ്കര ക്വയറ്റാണ്. അപ്പോൾ അവളുടെ വായിക്കാത്ത നമ്മളിട്ട് കവയിലിട്ടാലേ അവൾ ഇതിന് പറയത്തുള്ളൂ. പക്ഷേ ഇവനാണ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻകറേജ് ചെയ്യും, ടെൽ മീ, ടോക്ക് ടു മീ. കാരണം ഒരു അച്ഛൻ ഫിഗറിനേക്കാളും ഐ വോണ്ട് ദം ടു ലുക്ക് അറ്റ് മീ ലൈക്ക് എ ഫ്രണ്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മദർ ഡോട്ടർ കോൺവെർസേഷൻസ് ഒക്കെ എങ്ങനെയാണ്? I mean, obviously ഒരു ഫ്രണ്ട് ലെവലിൽ നമ്മൾ സംസാരിക്കാൻ നോക്കും. ഐ വാണ്ട് ഹെർ ടു ബി ഏബിൾ ടു ടോക്ക് ടു മീ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ അവൾക്കും ഓപ്പൺ ആയി തോന്നണം എന്നുള്ള രീതിയിൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു നോ ദാറ്റ് വി ആർ ദ പേരൻസ് ഹിയർ ആൻഡ് വി മേക്ക് ദ റൂൾസ് എന്നുള്ളത്. യുനോ അത് ഫൈൻ ബാലൻസ് ആണ്. ഡിസിപ്ലിനിങ് നമ്മൾ വി ഡു ഡിസിപ്ലിൻ ആ ചിൽഡ്രൻ. കാരണം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്നും പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് കുറച്ച് നാളുകൂടെ അവരുടെ ലൈഫിൽ കൺട്രോൾ ഉള്ളൂ. Then they have to go and do their own thing. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് അവർ നമ്മുടെ കയ്യിലുണ്ട്, അവർക്ക് നമുക്ക് കുറച്ച് കാലം പഠിച്ചു കൊടുക്കാൻ പറ്റും. സോ ഡിസിപ്ലിനിങ് അടിയും കിട്ടാറുണ്ട്. നമ്മൾ നല്ല അടിക്കൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ഭയങ്കര തെറ്റല്ലേ? പക്ഷെ അത് തെറ്റാണ്, പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചു ചെയ്യണല്ലോ. വി ഡു ഇറ്റ് ഔട്ട് ഓഫ് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കൊച്ചു നന്നായി വളരണം, അല്ലെങ്കിൽ ഇത് ചെയ്ത് തെറ്റായി പോയി നേരെ കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും കോൺസിക്വൻസസ് ആണ് കൊടുക്കാൻ നോക്കുക അടിയേക്കാളും. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ അറിയാൻ നമ്മൾ അടിച്ചു പോകും. പക്ഷെ അടിക്കുന്ന പക്ഷേ നമ്മൾ ഇവിടെ പണ്ട് കിട്ടുന്ന അടി പോലെ അടിച്ച് നമ്മുടെ കാലിലൊക്കെ തൊലി പൊളിക്കുന്ന ആ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു കുട്ട് കൊടുക്കും. ഒരു റീലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് അമ്മയും ഇല്ല ചേച്ചിയും ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി എന്താ വിചാരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇവർ രണ്ടുപേരും ഇല്ലാത്തപ്പോൾ ഇത്ര സന്തോഷം? അതിനൊരു സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പം മോള് എന്നാ വലിയ ബോധറിയത്തില്ല. പക്ഷെ ഇപ്പം ഇവളില്ല എങ്കിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഫ്രീഡം നമുക്ക് വീട്ടിലുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് എല്ലാ പുരുഷന്മാർക്കും തോന്നേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ചെയ്യ് അത് ചെയ്യ്, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വീട്ടിൽ പറയാൻ ആളില്ല. വെറുതെ ഇരിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും വീട്ടിലൊക്കെ ഉണ്ടായിസൊക്കെ ഞാനാണ്. അല്ല വീട്ടിലിപ്പോൾ ഞാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയും എന്നെ അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ബിസി ആയതുകൊണ്ട് നമുക്ക് വേറെ വീട്ടിൽ ഹെൽപ്പ് ഇല്ല, വീട്ടിൽ സെർവൻസ് ഇല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്ക് ഹെൽപ്പ് വേണ്ടപ്പോൾ ആയിട്ടല്ലേ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നീ പോയി ലോണ്ടറി ചെയ്യുക, അല്ലെങ്കിൽ ചെടിയുടെ മീൻ വെട്ട് വീഡിയോസ് നമ്മുടെ റീൽസിൽ ഒത്തിരി ഇട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് നീ ഡോക്ടറായ അമേരിക്കയ്ക്ക് പോയത് മീൻ വെട്ടാൻ പോയതാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഹീസ് ഫ്രീ ടു ഡു, മോനുമായിട്ട് ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ഒരു മൂവിക്ക് പോവുക. അത് അവർക്ക് പേഴ്സണലി ബോണ്ട് ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനോ മോളോ ഇല്ലാതെ. അതേപോലെ തന്നെ ടെനിയും മോനും ഇല്ലാതെ ചിലപ്പോൾ മോമി ഡോട്ടർ ഡേ നമ്മൾ രണ്ടുപേരും പോകുന്നു, കടയിൽ പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ പോകുന്നു. അത് ആ ഒരു പേഴ്സണൽ ബോണ്ട് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അവനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതൊരു അവൻ വലുതായി കല്യാണം കഴിച്ച് പോകുമ്പോൾ ഐ തിങ്ക് ഹി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു ടെൽ ഹിസ് വൈഫ് ലീവ് മീ അലോൺ ഫോർ സം ടൈം, ഐ നീഡ് മൈ സ്പേസ്.